കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഒരു ചർച്ചാ താരമായി മാറിയിരിക്കുകയാണ്. സതീശനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് അല്ല, മറിച്ച് ബി.ജെ.പി. ആണ് എന്നതാണ് രസകരം. കോൺഗ്രസ് മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ലതെന്തെങ്കിലും പറഞ്ഞല്ല മുഖ്യമന്ത്രിയുടെ ചർച്ച, മറിച്ച് ഒരു വിവാദ നായകനാക്കി ചിത്രീകരിക്കാനാണ് ബി.ജെ.പി. ദേശീയ തലത്തിൽ തുടക്കമിട്ടിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഇന്നലെ സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം ആലപിക്കാഞ്ഞ ഒരു സംസ്ഥാനം കേരളമാണ്. AICC ആസ്ഥാനത്തും കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചപ്പോഴാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF ഭരിക്കുന്ന കേരളം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഉറച്ച നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നത്. ഇത് ചൂണ്ടിക്കാട്ടി സതീശനെതിരെ പോർമുഖം തുറക്കുകയാണ് BJPയുടെ ദേശീയ നേതൃത്വം തന്നെ. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിർദ്ദേശമാണ് സതീശൻ നടപ്പാക്കിയതെന്നാണ് BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത്. അത് പറയാൻ വേണ്ടി BJP വക്താവ് വാർത്താ സമ്മേളനം വിളിക്കേണ്ടിയിരുന്നില്ല. കാരണം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമാണ് കോൺഗ്രസ് നടപ്പിലാക്കുന്നത്. അത് സതീശൻ ചെയ്തു എന്നേ ഉള്ളൂ. തലച്ചോറിൽ നക്സലിസം സൂക്ഷിക്കുന്നവരാണ് വന്ദേമാതരത്തെ എതിർക്കുന്നതെന്നാണ് പ്രദീപ് ഭണ്ഡാരിയുടെ മറ്റൊരു വിമർശനം. അത് വസ്തുതാപരമായ വിമർശനമല്ല. കാരണം വന്ദേമാതരത്തെ കോൺഗ്രസ് എതിർക്കുന്നില്ല, മറിച്ച് അത് പൂർണ്ണമായി ആലപിക്കുന്നതിനെയാണ് എതിർക്കുന്നത്. അതിന്റെ കാരണങ്ങൾ കോൺഗ്രസ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. സത്യത്തിൽ ഇപ്പോൾ രാജ്യത്തെ കോൺഗ്രസിൽ തന്നെ ഒരു ഒറ്റയാനെ മാറിയിരിക്കുകയാണ് വി.ഡി. സതീശൻ. DK ശിവകുമാർ എന്ന അധികായൻ ഭരിക്കുന്ന കർണാടകയിലും രേവന്ത് റെഡ്ഡി ഭരിക്കുന്ന തെലങ്കാനയിലും സുഖ്വീന്ദർ സിംഗ് സുഖു ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലിയിരിക്കുകയാണ്. അവിടെയാണ് വി.ഡി. സതീശൻ എന്ന കൊച്ചു കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി തലയുയർത്തി നിൽക്കുന്നത്. കേരളത്തിലെ BJPയും സതീശനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വന്ദേമാതരം ഒഴിവാക്കിയത് ഭരണഘടനാ ലംഘനമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കേരളത്തിൽ വന്ദേമാതരം ചൊല്ലാഞ്ഞത് നിയമലംഘനമാണ്. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി ഗുരുതരമായ നിയമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് BJP ഉന്നയിക്കുന്നത്. UDF സർക്കാർ വന്ദേമാതരം ഒഴിവാക്കിയത് ലീഗിനും ജമാഅത്തിനും കീഴടങ്ങിയതുകൊണ്ടാണെന്ന രാഷ്ട്രീയ വിമർശനവും BJPയുടേതായിട്ടുണ്ട്. മറുവശത്ത് CPM അവകാശപ്പെടുന്നത് അവർ കേരളത്തിലുള്ളത് കൊണ്ടാണ് വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിക്കാഞ്ഞത് എന്നാണ്. അതിന്റെ ക്രെഡിറ്റ് CPMന്റെ പല നേതാക്കളും അവകാശപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ദേശീയ തലത്തിൽ BJP സതീശനെതിരെ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ ആക്രമണം അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ മൈലേജ് നൽകുന്നതാണ്. കേരളത്തിൽ CPM സതീശനെ സംഘിയായി മുദ്രകുത്താനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിന് കീഴ്പ്പെട്ടാണ് സതീശന്റെ ഭരണമെന്നാണ് പിണറായിയുടെ ഉൾപ്പെടെ വിമർശനം. സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന് കേരളത്തിലെ ഒരു BJP നേതാവ് സതീശനെ വെല്ലുവിളിച്ചത് വന്ദേമാതരം പൂർണ്ണമായി പാടിയില്ലെങ്കിൽ ഗുരുതര ഭവിഷ്യത്ത് നേരിടുമെന്നായിരുന്നു. അപ്പോഴാണ് വന്ദേമാതരം ആലപിക്കില്ലെന്ന നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത സതീശൻ താരമായത്. അത് BJPക്കും CPMനും ഉള്ള കനത്ത അടിയായി മാറി. കേരളത്തിലും വന്ദേമാതരം ആലപിക്കും, അതിന്റെ പേരിൽ സതീശനെ ആക്രമിക്കാം എന്നൊക്കെയായിരുന്നു CPM കണക്കുകൂട്ടിയിരുന്നത്. കാരണം UDFന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് സംഭവിച്ചിരുന്നു. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം സതീശന്റെ ഒറ്റ നീക്കത്തിലൂടെ പൊളിഞ്ഞു. അപ്പോഴും ഞങ്ങളെ പേടിച്ചാണ് സതീശൻ വന്ദേമാതരം ആലപിക്കാഞ്ഞത് എന്ന് പറഞ്ഞ് സ്വയം ആനന്ദം കണ്ടെത്തുന്ന CPMനെയാണ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ സതീശൻ എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. അത് സ്വന്തം പാർട്ടിക്കുള്ളിലും സതീശനെ കരുത്തനാക്കുമെന്നതിൽ സംശയമില്ല.